അപ്പൊ നമ്മുടെ ആർട്ടിക്സിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആയിക്കോട്ടെ. വണ്ടി ഇപ്പോഴും എടുക്കാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വണ്ടി, ഓവറോൾ വണ്ടി ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. എന്റെ വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് 5300 കിലോമീറ്റേഴ്സോളമായി. അപ്പൊ ഇത്രയും കിലോമീറ്റേഴ്സ് ഞാൻ ഉപയോഗിച്ചതിന്റെ ഒരു യൂസർ റിവ്യൂ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫസ്റ്റ് ബാച്ചിൽ ഇറങ്ങിയ ഒരു ബൈക്കാണിത്. ഇപ്പൊ ഞാൻ ഡെയിലി യൂസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഓവറോൾ ഒരു ഗുഡ് ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എനിക്ക് ഇതുവരെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് റൈഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഓഫ് റോഡ് ആയിക്കോട്ടെ അല്ലാതെ ഓൺ റോഡ് ആയിക്കോട്ടെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ചിട്ടുണ്ട്. ഒരു 600 കിലോമീറ്റേഴ്സോളം കണ്ടിന്യൂസിലേക്ക് ഓടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ഷോക്ക് അബ്സോർബർ സൈഡ് എന്ന് പറഞ്ഞാൽ അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. യാതൊരുവിധ ക്ഷീണോ കാര്യങ്ങളോ ബാക്ക് പെയിനോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു വണ്ടി യൂസ് ചെയ്തിട്ട്. ഇതിന്റെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു കംഫർട്ടായിട്ടുള്ള സീറ്റ് തന്നെയാണ്. എനിക്ക് അങ്ങനെ ചന്തി മരവിപ്പോ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടി യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ തോന്നിയില്ല. പിന്നെ മൈനർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി ഒരു വണ്ടിക്ക് റൈറ്റ് ടൈമിൽ കിട്ടുന്നുണ്ട്. ഇതിൽ കണ്ടേക്കണ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് ക്വിക്ക് ഷിഫ്റ്ററിന്റെ ഒരു ഡിലേ ഉണ്ട്. ഒരു 3000 to 4000 RPM ക്വിക്ക് ഷിഫ്റ്ററിന്റെ ഒരു ഡിലേ ഉണ്ട്. അത് ഷോറൂമിൽ ഞങ്ങൾ ഇൻഫോം ചെയ്തു. അവിടുന്ന് ആൾക്കാർ വന്ന് വണ്ടി ഓടിച്ചു നോക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേർക്ക് കുറെ കംപ്ലൈന്റ്സ് കേട്ടിരുന്നു. ഓയിൽ ലീക്കേജ്, ഓവർ ഹീറ്റിംഗ്, അതുപോലെയുള്ള കുറെ ഇഷ്യൂസ് കേട്ടായിരുന്നു. നിലവിൽ എന്തായാലും ഈ ഒരു വണ്ടിക്ക് കംപ്ലൈന്റ്സോ കാര്യങ്ങളൊന്നും എനിക്കിതൊരു ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും എഞ്ചിന്റെ സൈഡിലും തോന്നിയിട്ടില്ല. ഓവർ ഹീറ്റിംഗിന്റെ സീനും തോന്നിയിട്ടില്ല. 300cc ആണെങ്കിലും മറ്റേ നമ്മുടെ 390 പോലത്തെ ഒരു കുതിപ്പോ കാര്യങ്ങളൊന്നും അല്ല. എന്നാലും അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഒരു വണ്ടി തരുന്നുണ്ട്. പിന്നെ ഒരു വണ്ടിയിൽ ബാക്ക് ടയറിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചെളി തെറിക്കും, നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പൊ ഒരു ഹഗ്ഗർ, അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്യണം. ലോക്കിൽ ഓടിക്കുമ്പോൾ ഒരു 30 to 32 മൈലേജ് കിട്ടുന്നത്. ഈ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്കൊന്ന് പറയാനുള്ളൂ, ജസ്റ്റ് വാല്യൂ ഫോർ മണിയാണ് ഒരു ബൈക്ക് എന്ന് പറയുന്നത്. കാരണം ഒരുവിധം എല്ലാ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ ഒരു ബൈക്കിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഉണ്ട്. ഷോക്ക് അബ്സോർബർ സൈഡ് ആയിക്കോട്ടെ, സീറ്റ് സൈഡ് ആയിക്കോട്ടെ, ലൈറ്റ്സ് ആയിക്കോട്ടെ. 2.78 lakhനാണ് ഞാനൊരു വണ്ടി എടുത്തത്. ഇതിന്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു 50-50 ഞാൻ പറയുള്ളൂ. ടൂറിംഗ് പ്ലസ് അത്യാവശ്യം ഓഫ് റോഡിങ് ഒക്കെ വേണ്ടവർക്കാണ് ഈ ഒരു വണ്ടി കേപ്പബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ഉണ്ടാവുന്ന രീതിയിലൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.